തൊടുപുഴ പെരുമാങ്കണ്ടത്ത് കാർ കത്തി ഒരാൾ മരിച്ചു. സിബി എരപ്പനാലാണ് മരിച്ചത്. വാഹനം റോഡിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട നിലയിലായിരുന്നു. കാർ സിബിയുടേത് തന്നെയെന്ന് ബന്ധു റോയ് പറഞ്ഞു. കാലപ്പഴക്കമുള്ള കാറാണ് സിബി ഉപയോഗിച്ചതെന്ന് റോയ് പറഞ്ഞു. 100% ഐഡൻറ്റിഫൈ ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല കേട്ടോ. എന്നാൽ 100 എന്ന് വെച്ചാൽ കാര്യം സിബി എൻ്റെ കസിൻ ബ്രദർ അനിയനാണ്. പിന്നെ ഞങ്ങൾ സുഹൃത്താണ്. അപ്പോൾ വണ്ടി സിബിയുടെയാണ്. പക്ഷേ സിബിയാണോ അതെന്ന് എനിക്ക് 100% പറയാൻ പറ്റുന്ന അവസ്ഥയില്ല. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി. രാഹുൽ, ഈ സംഭവത്തിൽ ദുരൂഹത സംശയിക്കുന്നുണ്ടോ ബന്ധുക്കൾ? പോലീസ് പറയുന്നത് എന്താണ്? അനുജ, ബന്ധുക്കൾ നിലവിൽ ദുരൂഹത ആരോപിക്കുന്നില്ല. കാരണം ആത്മഹത്യയാണ് പ്രധാനമായും നാട്ടുകാർ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം സിബിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാഹനത്തിൻ്റെ കാലപ്പഴക്കമായിരിക്കാം ഒരുപക്ഷെ ഈ അപകടത്തിന് കാരണം, തീപിടുത്തത്തിന് കാരണമെന്നാണ് ഇപ്പോൾ ബന്ധു റോയ് തന്നെ നമുക്ക് പ്രതികരണമായി നൽകിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ പോലീസ് പക്ഷേ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആത്മഹത്യയാണോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. കാരണം 1 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആളൊഴിഞ്ഞൊരു പ്രദേശത്ത് വാഹനം നിർത്തിയിട്ടിരുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഈ വാഹനം കത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതിൽ ഓടിക്കൊണ്ടിരുന്നൊരു വാഹനത്തിനല്ല തീപിടിച്ചിരുന്നത്, റോഡിൽ കിടന്നിരുന്നൊരു വാഹനത്തിനല്ല തീപിടിച്ചിരുന്നത്, മറിച്ച് ഒരു റബ്ബർ തോട്ടത്തിനകത്തേക്ക് കയറ്റിയിട്ടിരുന്നൊരു വാഹനത്തിന് തീപിടിക്കുന്നു. അത് കത്തുകയും ചെയ്യുന്നു. പിന്നീട് ഒരല്പം കഴിഞ്ഞ് ആ തീപിടുത്തം ഒരു വലിയ ആളിക്കത്തലായി മാറിയതിന് ശേഷമാണ് ഈ നാട്ടുകാർ പോലും അറിയുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ആദ്യഘട്ടത്തിൽ ഈ വാഹനത്തിനുള്ളിൽ ആളുണ്ടായിരുന്നെന്ന് പോലും അറിയില്ലായിരുന്നു. പിന്നീട് തീ പൂർണ്ണമായും അടച്ചതിന് ശേഷമാണ് ഇതിനകത്ത് ആളുണ്ട് എന്നുള്ള വിവരം അറിയുന്നത്. പിന്നീട് ഈ വാഹനത്തിൻ്റെ നമ്പർ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം ബന്ധുക്കളെ, ഈ വാഹനവുമായി ബന്ധപ്പെട്ട ഈ സിബിയുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തുകയായിരുന്നു. അങ്ങനെ വാഹനം ഇന്ന ആളുടേതാണ്, സിബിയുടേതാണെന്ന് സ്ഥിരീകരിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി. ബന്ധുക്കളും ഈ മൃതദേഹം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സിബി തന്നെ ആകാമെന്നുള്ളൊരു സൂചന കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള പരിശോധന അവിടെ നടക്കുകയാണ്. ഫോറൻസിക് വിഭാഗത്തിൻ്റെ പരിശോധന നടക്കും. അതിനുശേഷം ഇൻക്വസ്റ്റ് ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വാഹനത്തിൻ്റെ ഒരു ഭാഗം മാത്രം, ഉൾവശത്തെ ഒരു ഭാഗം മാത്രം ആളിക്കത്തുന്ന നിലയിലായിരുന്നു. അങ്ങനെ ഒരു തീപിടുത്തം വാഹനത്തിൽ ഉണ്ടാകണമെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമായി അറിയേണ്ടതുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ആണ് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, സംശയങ്ങൾക്കൊക്കെ ഇപ്പോൾ മറുപടി ലഭിക്കേണ്ടിയിരിക്കുന്നു. രാഹുൽ വിജയനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്.